മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന മുഹാജിറുകളായ സഹാബികളെ മദീനക്കാര് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ വേറൊരു നാട്ടിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് ആളുകൾ താമസിക്കാൻ വന്നാൽ പറയാറുണ്ട്, വരുത്തന്മാരാണ്, നമ്മുടെ ആളുകളല്ല. അത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു അകൽച്ചയിൽ നിന്ന് വരുന്ന വാക്കാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവർക്ക് താമസിക്കുവാനുള്ള വീടും അതുപോലെ തന്നെ വിശ്വാസവും അവർ ഒരുക്കി നിർത്തി. ഖുർആൻ പറഞ്ഞതാണ്, മക്കക്കാര് മദീനയിൽ വന്നാൽ അവർക്ക് താമസിക്കാൻ കഴിയുന്ന സൗകര്യം, അതുപോലെ വിശ്വാസം. മുഅ്മിനീങ്ങളുടെ കുറെ സംഘം മക്കക്കാരെ സ്നേഹിച്ച് അവരെ സ്വീകരിച്ചു. വല്ലദീന യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, മദീനക്കാരെ സംബന്ധിച്ച് പറഞ്ഞു, അവർ സ്വന്തം ശരീരങ്ങളെക്കാളും അവർക്ക് മുൻതൂക്കം കൊടുത്തു, മക്കക്കാർക്ക് മുൻതൂക്കം കൊടുത്തു. എന്റെ ആവശ്യങ്ങളെക്കാളും ഈ വന്നവരുടെ ആവശ്യമാണ് പ്രാധാന്യം. അതാണ് ഈസാർ എന്ന് പറയും. എന്നിട്ട് അവരുടെ പ്രാർത്ഥന, വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, റബ്ബന ഇഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങളുടെ നാഥ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ വിശ്വാസം കൊണ്ട് മുൻകടന്ന മുഹാജിറുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ഒരിക്കലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഅ്മിനീങ്ങളോട് ഒരു പക ഉണ്ടാക്കല്ലേ അല്ലാഹ്. പക, വൈര്യം ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ്. അത് നാം പിഴുതെറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യം സൽസ്വഭാവമാണ്. സൽസ്വഭാവത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർക്കിടയിലുള്ള ശത്രുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ഒന്നും നടത്തിയില്ലെങ്കിലും ഈ ഒരു കാര്യം നടത്തിയാൽ ആ നുബുവത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിനെ ഒരുമയോടെ മുറുകെ പിടിക്കണം. കയർ ഖുർആനാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, ഒരുമിച്ച് നിൽക്കണം. മുഹാജിറിനും അൻസാരിക്കും ഖുർആനാണ്. മുഹാജിറിന് ഒരു ഗ്രന്ഥം, അൻസാരിക്ക് ഒരു ഗ്രന്ഥം, അങ്ങനെയല്ല. അതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്, പല ആളുകളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ ഖുർആനാ ഉള്ളത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ശിഥിലരാകരുത്. വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ വൈരികളായിരുന്ന സന്ദർഭത്തിൽ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ പേരിൽ ഇണക്കമുണ്ടാക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അവന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അണിനിരന്ന മുഅ്മിനീങ്ങൾ കറുത്തവർ വെളുത്തവർ മാത്രമല്ല, എത്രയോ കാലം പണ്ടെങ്ങാണ്ടോ ഒരു വാപ്പ തമ്മിൽ തല്ലിയ ഒരു പോയിന്റ്, ഒരു തർക്കം, ഒരു അതിര് തർക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കവിതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അതിനാ 10-27-30 വർഷം യുദ്ധം നടന്നത്. അങ്ങനെയുള്ള വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട മനുഷ്യരെ റസൂലുള്ളാഹി തങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു, ഒരേപോലെ തോളോട് തോള് ചേർന്ന് ഒരു സഫിൽ. ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോയാണ്, സുഹൈബ് റോമാക്കാരനാണ്. റോമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയെ നാം എങ്ങനെ കാണുന്നു അങ്ങനെ. സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനാണ്.
ഇവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒന്നുമില്ല. ഖൽബുൻ സലീം, സുരക്ഷിതമായ ഹൃദയത്തോടെ വന്നിരുന്നു. മുഅ്മിന് ചേർന്നതല്ല പക, വൈര്യം. സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ പകയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല സ്വർഗവാസികളുടെ കൽബിൽ നിന്ന് അത് ഊരുമെന്ന് ഖുർആൻ അങ്ങനെ തന്നെ പറയും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയത്തിലുള്ള പകയെ നാം വലിച്ചൂരി. പിന്നെ സ്വർഗത്തിൽ പകയോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. സ്വർഗവാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരുടെ സംബോധന പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ വാഖിഅയിൽ, ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സലാം, സലാം, സുരക്ഷിതത്വം. എന്തിനാണ് ആ സുരക്ഷിതത്വം? ഹൃദയത്തിന് സുരക്ഷിതത്വം, ഹൃദയത്തിന് സമാധാനം. സമാധാനം ഉണ്ടാകട്ടെ, സുരക്ഷിതത്വം ഉണ്ടാകട്ടെ എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും പിഴുതെറിയേണ്ട ഒരു രോഗമാണ് വൈര്യവും ശത്രുതയും. എന്തെല്ലാം കാരണങ്ങളുടെ പേരിലായിരിക്കും നമ്മുടെയൊക്കെ കൽബിൽ ഈ ശത്രുത നിലനിൽക്കുന്നത്? ചിലപ്പോൾ അതിര് തർക്കങ്ങളുടെ പേരിലായിരിക്കും, ചിലപ്പോൾ കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ എനിക്ക് വേണ്ട പരിഗണന ലഭിക്കാത്തത് കൊണ്ടായിരിക്കും. സഹോദരങ്ങൾ തമ്മിൽ ഹസദിൽ നിന്ന്, അസൂയയിൽ നിന്നുണ്ടാകുന്ന പക, എന്നെക്കാളും മേലെയാണ് അവൻ, അവിടെയാണ് പകയുണ്ടാകുന്നത്. പല പല കാരണങ്ങളുടെ പേരിലാണ് നമ്മുടെ ഹൃദയത്തിൽ ആളുകളോട് പകയും വൈര്യവും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളുമൊത്ത് ഇങ്ങനെ ഇരുന്നപ്പോ ഈ വഴി ഒരു മനുഷ്യൻ കടന്നു വരും, ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മനുഷ്യൻ ഇങ്ങനെ ചെരുപ്പും തൂക്കി വുളുവിന്റെ വെള്ളം ദാടിരോമങ്ങളിലൂടെ ഇറ്റുന്നുണ്ട്. ആ മനുഷ്യൻ കയറി വരുന്നു. അപ്പോ ഒരു സാധാരണ മനുഷ്യൻ, സഹാബാക്കളിലെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്ന് ആ വലിയ കാറ്റഗറിയിൽ പെടുന്ന ആളുകളല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാം ദിവസവും അതേ മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്. മൂന്നാം ദിവസവും അതേ മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചില റിവായത്തുകളിൽ കാണുന്നു. ഒരു സഹാബി, ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് സ്വർഗാവകാശിയാണ് എന്ന് അറിയാൻ ഈ മനുഷ്യന്റെ വീടിലെ അതിഥിയായിട്ട് കടന്നു പോകുന്നു. വീട്ടിലേക്ക് ചെന്ന് കയറി. അറബികളുടെ ഒരു രീതിയാണ് 3 ദിവസം അവർ കാരണമാരായാതെ സൽക്കരിക്കും. എന്തിനാണ് വന്നത് എന്ന് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ്. 3 ദിവസം സൽക്കരിക്കൽ ബാധ്യതയായി. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് ലഭിച്ച മര്യാദയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനതയ്ക്ക് ശിക്ഷയുമായിട്ട് വന്ന മലക്കുകള് ഇസ്ഹാഖ് നബി ഉണ്ടാകുമെന്ന് സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറുന്നുണ്ട്. മലക്കുകളാണെന്ന് അറിയുന്നില്ല. ഭാര്യ ഓടിപ്പോയിട്ട് എന്താ ചെയ്യുന്നത്? എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നില്ല. അവര് പോയി നല്ലൊരു ആടിനെ പൊരിച്ചുകൊണ്ട് മുന്നിൽ വെക്കുകയാണ്. എന്തിനാ വന്നത്, നിങ്ങൾ ആരാ, എവിടെ, ഒന്നും ചോദിക്കുന്നില്ല. ഭക്ഷണം കൊണ്ട് മുന്നിൽ വെച്ചു. അവര് കഴിക്കുന്നില്ല. അങ്ങനെ ഒരു സംസ്കാരം അവിടെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കുടുംബത്തിന്റെ സംസ്കാരമാണ്. എന്തിനാണ് വന്നതെന്ന് പോലും ചോദിക്കാതെ അതിഥിയെ സൽക്കരിക്കും 3 ദിവസം. അത് ബാധ്യതയായി കാണും. 4ാം ദിവസം ചോദിക്കും. അപ്പോ 3 ദിവസം ഈ മനുഷ്യന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടി. രാത്രിയൊക്കെ നോക്കി ഇദ്ദേഹം, ഈ മനുഷ്യൻ സ്വകാര്യമായിട്ട് എന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി തങ്ങൾ 3 ദിവസമാണ് പറഞ്ഞത് ഈ മനുഷ്യൻ സ്വർഗാവകാശിയാണ്. എന്താണ് ഈ മനുഷ്യൻ അബൂബക്കർ ചെയ്യാത്ത, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത? സഹാബാക്കളിൽ ഉണ്ടാകും, പക്ഷെ ചില കാര്യങ്ങൾ ചില ആളുകളിൽ കൂടുതലുണ്ടാകും. എന്താണ് ആ മനുഷ്യൻ? 3 ദിവസം തെരഞ്ഞിട്ടും മറ്റുള്ള സഹാബാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. കൂടുതൽ നമസ്കരിക്കുന്നത് കണ്ടില്ല, കുറെ സമയം ഖുർആൻ ഓതുന്നത് കണ്ടില്ല,
മറ്റുള്ള സഹാബാക്കൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യന് ചെയ്യുന്നത്. വേണമെങ്കിൽ കുറച്ച് അതിനേക്കാൾ താഴെയാണ് എന്ന് പറയാം. 3 ദിവസം കഴിഞ്ഞ് ഈ ആതിഥേയത്വമൊക്കെ സ്വീകരിച്ച് തിരിച്ചു പടിയിറങ്ങുമ്പോ ആ മനുഷ്യൻ ആ വീട്ടുകാരനായ സഹാബിയോട് പറയുന്നു, ഞാൻ ഇവിടെ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഞാൻ വന്നത് 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗാവകാശിയാണ് സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ആരായാൻ വന്നതാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിന് നിങ്ങൾ എന്താണ് പ്രത്യേകം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും ഓർക്കുന്നില്ല. ഒരു അല്പനേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പക്ഷേ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യും. എന്റെ ഖൽബിൽ ഏതെങ്കിലും ഒരു മുഅ്മിനിനോട് ഒരു പക, ഒരു വൈര്യം അവശേഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുകയും എന്റെ ഹൃദയത്തെ സംശുദ്ധമാക്കിയ ശേഷം കിടന്നുറങ്ങുകയും ചെയ്യും. എന്ത് സമാധാനമായിരിക്കും ആ ഉറക്കം. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വൈര്യമോ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിനാണ് അത് കേടുവരുന്നത്. അൻതറത്ത് ബിൻ ഷദ്ദാദിന്റെ കവിതയിൽ കാണാം, ലാ യഹ്മിലുൽ ഹിഖ്ദ മൻ തഅലു ബിഹിർ റുതബു വലാ യനാലുൽ ഉലാ മൻ തബഉഹുൽ ഗളബു ഇന്നൽ അഫാഇ വഇൻ ലാനത് മലാമിസുഹു ഇൻദ തഖല്ലുബി ഫിൽ അൻയാബി തഅബു. എന്താണ് അൻതറ പാടുന്നത്? നിങ്ങൾക്ക് ഉയർച്ചകൾ കരസ്ഥമാക്കാൻ, ഉന്നതികളിലേക്ക് എത്താൻ ഹൃദയത്തിൽ പക ചുമന്നുകൊണ്ട് നടക്കുന്നവന് സാധ്യമല്ല. കാരണം അവൻ ഈ പണ്ടത്തെ ആരോ എന്തോ പറഞ്ഞത്, എന്തോ ചെയ്തത്, അത് ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കാൻ അവന് ഉയർച്ചകൾ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ലാ തഅലൂ ബിഹി വലാ തനാലുൽ ഉലാ മൻ തബഉഹുൽ ഗളബു. കോപം ശീലമാക്കിയവന് ഉന്നതികളിലേക്ക് എത്താൻ സാധ്യമല്ല. എന്നിട്ട് പറഞ്ഞു, പാമ്പുകൾ അതിന് തൊടാൻ എത്ര മാർദ്ദവമാണെങ്കിലും വഇന്നൽ അഫാഇ വഇൻ ലാനത് മലാബിസുഹു ഇൻദ തഖല്ലുബി ഫീ അൻയാബിഹാ തഅബു. പാമ്പുകളെ തൊടാൻ ചിലപ്പോൾ മാർദ്ദവമായിരിക്കും, പക്ഷെ അതൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അണപ്പല്ലിൽ വിഷമുണ്ടാകും എന്നതുപോലെ നമ്മൾ ബാഹ്യമായി നമ്മളെ എത്ര ക്ലീൻ ആക്കിയാലും നമ്മുടെ ഖൽബിൽ ഈ പകയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ, നമ്മുടെ ഇവിടെയുള്ള ജീവിതത്തിന് തന്നെ തടസ്സമാണ്. പിന്നെ സ്വർഗത്തിലെ കാര്യം പറയുകയും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു, സുരക്ഷിതമായ ഹൃദയവുമായിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം നമ്മൾ, സുരക്ഷിതമായ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഖൽബ് ക്ലീൻ ആക്കിയിട്ട് കിടന്നുറങ്ങണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ മഹബ്ബത്ത്, മവദ്ദത്ത്, ഉൽഫത്ത്, ആളുകളോടുള്ള സ്നേഹം നിറയ്ക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളോടുള്ള ശത്രുതയിൽ നിന്ന് നമ്മുടെ ഖൽബിനെ അല്ലാഹു സംശുദ്ധമാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിലുള്ള ബന്ധം ഈമാനികമായ ബന്ധമാണ്. അല്ലാഹു, റസൂൽ, ആഖിറം, ഖുർആൻ, നാം നമസ്കരിക്കുന്നത് എല്ലാവരും കഅബയിലേക്ക് തിരിഞ്ഞ ഒരു ദിശയാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ അമലുകൾ എടുത്താലും ആ അമലുകളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇതാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇതെല്ലാം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും വളരെ നിസാരമായ കാര്യങ്ങളുടെ പേരിലാണ് നമ്മൾ തർക്കിക്കാറുള്ളത്. വളരെ നിസാരമായ കാര്യങ്ങളുടെ പേരിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസം പറയാറുള്ളത്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പേരിൽ തർക്കമുന്നയിച്ച് ഈമാനികമായ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കരുത്. അതോടൊപ്പം നിസാരമായ കാര്യങ്ങൾ പറഞ്ഞു കേട്ടു എന്നതിന്റെ പേരിൽ ഹൃദയങ്ങൾ തമ്മിൽ അകന്നു പോകും വിധം കുടുംബത്തിൽ ശിഥിലത സൃഷ്ടിക്കരുത്. കുടുംബത്തിന്റെ ഐക്യം, വ്യക്തികളുടെ ഐക്യം, സമൂഹത്തിന്റെ ഐക്യം, സമുദായത്തിന്റെ ഐക്യം, ഇതിലെല്ലാം ഇത് പ്രധാനമാണ്. ഇത് നുബുവത്തിന്റെ ദൗത്യമാണ്, ഇത് പ്രവാചകത്വത്തിന്റെ ദൗത്യമാണ്. റിസാലത്തിന്റെ പൂർത്തീകരണം ഇവിടെയാണ് കിടക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംശുദ്ധമായ ഖൽബുമായി സ്വർഗീയ പ്രവേശനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.